ഈ വീഡിയോയിൽ ഇന്നത്തെ ഗ്ലോബൽ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. സിംഗപ്പൂർ ഇലക്ഷൻ, അതേപോലെ ഓസ്ട്രേലിയ ഇലക്ഷൻ, അമേരിക്ക ഇന്ത്യക്ക് ഒരു പ്രധാനപ്പെട്ട സഹായം ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആദ്യമേ തന്നെ പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ചൈനീസ് ഇൻഫ്ലുവൻസ് പാകിസ്ഥാന്റെ ഉള്ളിൽ നല്ല രീതിയിൽ പെരുകിയിട്ടുണ്ട്. ചൈനയുടെ ഒരു പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ വരിഞ്ഞു മുറുക്കുക, ഇന്ത്യക്ക് ചുറ്റാകെയുള്ള രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണ് ഈ PLAയുമായിട്ട് ബന്ധപ്പെട്ട, അതായത് പീപ്പിൾ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ചൈനീസ് ആർമി, ചൈനീസ് പട്ടാളക്കാരെ ഏതെങ്കിലും വിധേന ഒഫീഷ്യലായിട്ടോ അൺഒഫീഷ്യലായിട്ടോ അവരെ കൊണ്ട് നിയമിക്കുക, അതുവഴി ചാരപ്രവൃത്തി ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് ചൈന പല വർഷങ്ങളായിട്ട് ഇന്ത്യക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് ചൈനയ്ക്കൊന്നും ചെയ്യാനില്ല, പക്ഷെ അതുകൊണ്ട് ഇതേപോലെ കുറേ പൈസയൊക്കെ മുടക്കിക്കൊണ്ട് അവർ പല രീതിയിലുള്ള ഈ സറൗണ്ടിങ്ങിൽ കിടക്കുന്ന രാജ്യങ്ങളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഇന്ത്യക്കെതിരെയുള്ള കുത്തിത്തിരിപ്പുമായിട്ട് മുന്നോട്ട് വരുന്ന പ്രവൃത്തിയാണ് ചൈന പല കാലഘട്ടങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ നിർണായകമായിട്ടുള്ള ചില പ്രവൃത്തികളിൽ ചൈന ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയും നാളും ചൈനയ്ക്ക് ബലൂചിസ്ഥാൻ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിപ്പം കുറച്ചുകൂടെ ഡീപ്പായിട്ട് സിന്ധ് പ്രൊവിൻസിൽ നിന്നും ഇപ്പം നല്ല രീതിയിലുള്ള തിരിച്ചടി കിട്ടുന്നുണ്ട്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡീപ്പായിട്ട് നോക്കി കഴിയുമ്പോഴത്തേക്കും 40,000 മുതൽ ഒരു 60,000 ആൾക്കാർ ചൈനീസ് സിറ്റിസൺസ് പാകിസ്ഥാന്റെ ഉള്ളിൽ പണിയെടുക്കുന്നുണ്ട്. അപ്പം അതായത് പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ തൊഴിലില്ലായ്മയാണ്. ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ലോൺ കൊടുത്ത് ജോലി സൃഷ്ടിക്കുകയാണ്, അതായത് ചൈനക്കാർക്ക് ജോലി കൊടുക്കാനുള്ള ബാധ്യത പാകിസ്ഥാനിന് വന്നിട്ടുണ്ട്. അപ്പൊ അതായത് ഈ ഒരു ഇപ്പൊ ഒരു രാജ്യത്ത് നിന്ന് ലോൺ എടുക്കുന്നു, ആ ലോൺ ശരിക്കും പറഞ്ഞാൽ ആ സ്വന്തം രാജ്യത്തിന്റെ പുരോഗതിക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകരിക്കണം. അതിലുപരിയായിട്ട് ഇപ്പൊ നമ്മൾ IMF നിന്ന് ലോൺ എടുക്കുന്നു, നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആ ലോൺ വെച്ചിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പദ്ധതി നടപ്പാക്കുന്നെങ്കിൽ ആ പദ്ധതിയിലൂടെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക്, അതായത് ഇന്ത്യയിലെ ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് ജോലി കിട്ടണം, അവർക്ക് ഒരു ശമ്പളം കൊടുക്കാൻ പറ്റണം. അതേപോലെ ആ ഒരു പ്രോജക്റ്റ് കൊണ്ട് നമ്മൾ എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ഉദ്ദേശിച്ച കാര്യം ജനങ്ങൾക്കും കൂടി പ്രയോജനകരമാകുന്ന രീതിയിൽ നടപ്പിലാക്കാൻ കഴിയണം. അതല്ല പാകിസ്ഥാനിൽ നടക്കുന്നത്. പാകിസ്ഥാനിൽ ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. കറാച്ചി ലാഹോർ 6 ലൈൻ പ്രോജക്റ്റ് റോഡ് പ്രോജക്റ്റ് ആണ്. അതുപോലെ തന്നെ കോസ്റ്റ് ലൈൻ പ്രോജക്റ്റ്, കറാച്ചി കോസ്റ്റ് ലൈൻ പ്രോജക്റ്റ് ഉണ്ട്. ഈ പ്രോജക്റ്റ് ഏറ്റവും കൂടുതൽ അവിടെ വിവാദമാകുന്ന ഒരു പ്രോജക്റ്റ് ആണ്. ഈ പ്രോജക്റ്റിനെതിരെയാണ് ഏറ്റവും കൂടുതൽ അവിടെ പ്രക്ഷോഭം നടന്നത്. സിന്ധ് പ്രൊവിൻസിൽ നിന്ന് വരുന്ന പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ സിന്ധ് പ്രൊവിൻസിൽ പാകിസ്ഥാൻ ഗവൺമെന്റിനെതിരെ തന്നെ അവിടെ പ്രശ്നമുണ്ട്. കാര്യം ഈ ഒരു വെള്ളമൊക്കെ അവർ ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. കാരണം ഏറ്റവും കൂടുതൽ പഞ്ചാബിലേക്കാണ് ഈ ഒരു ഇൻഡസ് വാലിയിൽ നിന്ന് വരുന്ന വെള്ളം അവർ ഏറ്റവും കൂടുതൽ വിന്യസിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ സിന്ധിന് കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് സിന്ധ് പ്രൊവിൻസിൽ എപ്പോഴും ഇങ്ങനെ പ്രൊട്ടസ്റ്റ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഡീപ്പ് ലെവലിൽ കർഷകരുള്ള ഒരു സ്റ്റേറ്റ് ആണ് സിന്ധ് പ്രൊവിൻസ് എന്ന് പറയുന്നത്. സിന്ധ് പ്രൊവിൻസ് എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്ത് കിടക്കുന്ന ഒരു ഏരിയയും കൂടിയാണ്. ഈ വീഡിയോയുടെ അവസാനത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കാം. പാകിസ്ഥാനിൽ ആർട്ടിലറീസ്, അവരുടെ കയ്യിൽ ആർട്ടിലറീസ് വളരെ കുറവാണെന്ന്. കാരണം ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നത് അവര് ബ്ലാക്ക് മാർക്കറ്റിലൂടെ പാകിസ്ഥാൻ കുറെ അധികം ആർട്ടിലറീസ് അവർക്ക് വിറ്റതായിട്ടാണ് വാർത്തകൾ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിലവിൽ അവർക്ക് ആർട്ടിലറീസ് അവരുടെ കയ്യിൽ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് അവരിപ്പോ തുർക്കിയെ സമീപിക്കുകയാണ്. തുർക്കിയുടെ കയ്യിലും അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവരുടെ ആർട്ടിലറീസിന്റെ കംപ്ലീറ്റ് പൂർത്തീകരിക്കുന്ന രീതിയിലുള്ള ഒരു സപ്ലൈ ഇപ്പം നടത്താൻ പറ്റത്തില്ല തുർക്കിക്ക്. തുർക്കിയുടെ കയ്യിൽ ഡ്രോണും അമ്മാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടുതലായിട്ട്. പക്ഷേ ഈ ആർട്ടിലറിയിൽ മാനുഫാക്ചറിങ്ങിലൊക്കെ ഇനിയിപ്പോൾ ഓർഡർ കൊടുത്ത് അതനുസരിച്ച് മാനുഫാക്ചറിംഗ് ഒക്കെ നടത്തി പാകിസ്ഥാനിൽ അത് എത്തണം എന്നുണ്ടെങ്കിൽ കുറെ ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ഇത് പാകിസ്ഥാന്റെ ഉള്ളിൽ ആർമിയിൽ ഒരു വീഴ്ചയായിട്ട് തന്നെയാണ് കരുതുന്നത്. ഈ ഒരു ആർട്ടിലറീസ് ഹമാസിന് ബ്ലാക്ക് മാർക്കറ്റിൽ വിറ്റതുകൊണ്ട് ഇപ്പൊ നിലവിൽ അവർക്ക് ഉപയോഗിക്കാൻ വലിയ തോതിൽ ഇന്ത്യയെ കൺഫെൻഡ് ചെയ്യാൻ പാകത്തിനുള്ള അത്രയും ഇനഫ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ ആർട്ടിലറീസ് അവരുടെ കയ്യിലില്ല. ഇതൊരു വീഴ്ചയാണ്. ഇന്ത്യ ഇമ്മീഡിയറ്റ് ആയിട്ട് പാകിസ്ഥാനിൽ ഒരു സൈനിക നടപടിക്ക് പോകുന്നതിന് പകരം എങ്ങനെയാണ് പാകിസ്ഥാനെ ഐസോലേറ്റ് ചെയ്യാം, അന്താരാഷ്ട്ര തലത്തിൽ ഐസോലേറ്റ് ചെയ്യാം എന്നുള്ള നിലയിലാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പ്രാഥമികമായിട്ട്. അത് ഒരു പരിധിവരെ അത് വിജയം കാണുന്ന അവസ്ഥയിൽ മുന്നോട്ട് പോവാണ്. ഇന്ന് സെർജി ലാവ്റോ, റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള സെർജി ലാവ്റോയെ ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള ജയശങ്കർ മീറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് റഷ്യൻ സൈഡിൽ നിന്നും തന്നെ പാകിസ്ഥാന് ഒരു രീതിയിലുള്ള ഹെൽപ്പോ സഹായങ്ങളോ ഒന്നും തന്നെ പോകാൻ പാടില്ല എന്നുള്ള ഒരു സ്ട്രാറ്റജിക് പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ ഒരു ഡിസ്കഷൻ നടത്തിയത്. തീർച്ചയായിട്ടും അത് നടത്തേണ്ടതാണ്. ഒരു പാക് റേഞ്ചർ എന്ന് പറഞ്ഞാൽ അവരുടെ ബോർഡറിലുള്ള ഇതേപോലെ പാക് റേഞ്ചർ എന്ന് പറയുന്നത് നമ്മുടെ BSF ഉദ്യോഗസ്ഥരെ പോലെയുള്ള ആൾക്കാർ തന്നെയാണ്. ബോർഡർ കടന്ന് ഇന്ത്യക്കുള്ളിൽ ബൈ മിസ്റ്റേക്കിൽ എത്തിയതാണ്. ഇന്ത്യയിലുള്ള BSF അയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഒരു BSF ഉദ്യോഗസ്ഥനെ അവർ കസ്റ്റഡിയിൽ എടുത്തിട്ട് അവരെന്തെല്ലാം നാടകമാണ് നടത്തിക്കൂട്ടിയത്. ഈ BSF ഉദ്യോഗസ്ഥരായിക്കോട്ടെ, ഈ ബോർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ബൈ മിസ്റ്റേക്കിൽ പോകുന്ന ആൾക്കാരെ വളരെ മാന്യമായിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്ത് വളരെ മാന്യമായിട്ട് അവരെ തിരിച്ചയക്കേണ്ടതിന്റെ കരാർ നിലനിൽക്കുന്ന ഒരു സമയത്താണ് അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്, ഇന്ത്യ പാകിസ്ഥാന്റെ നിലവിൽ നടന്ന ഒരു എസ്കലേഷനിൽ അവർ ഏറ്റവും കൂടുതൽ ബൂം ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങളുടെ ഒരാൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ നടപടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അഭിനന്ദൻ വർദ്ധമാനെ വെച്ച് വിലപേശിയതുപോലെ ഇതും വെച്ചിട്ട് വിലപേശാനുള്ള ഒരു യുക്തിയായിട്ടാണ് അവർ ഇതിനെ കണക്കാക്കിയത്. അതുകൊണ്ടാണ് അവർ ശരിക്കും ഈ ഒരു കളി കളിച്ചത്. പക്ഷെ ഇത് നിത്യേന നടക്കുന്ന ഒരു പ്രവൃത്തിയാണ്. പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ വഴിതെറ്റി നമ്മളുടെ ബോർഡറിൽ നമ്മളുടെ റേഞ്ചിനുള്ളിലേക്ക് വരുന്നതും
ഇന്ത്യക്കാർ ഇതേപോലെ വഴിതെറ്റി പാകിസ്ഥാൻ റേഞ്ചിലേക്ക് പോകുന്നതൊക്കെ വളരെ സ്വാഭാവികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതും അത് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ അവരൊക്കെ ആ ചോദ്യമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ മാന്യമായിട്ട് റിട്ടേൺ ചെയ്യുന്നതാണ്. പക്ഷെ ഇത്തവണയാണ് അവർ ഈ ഒരു പരിപാടി കാണിച്ചത്. എന്തായാലും ഇപ്പൊ പാകിസ്ഥാന്റെ ഒരാൾ നമ്മളുടെ കയ്യിലുണ്ട് ഇനിയിപ്പോൾ. അപ്പൊ അതുമായിട്ട് നമുക്ക് ബാർഗൈൻ ചെയ്ത് ആ രീതിയിൽ മുന്നോട്ട് പോകാന്നുള്ളതാണ്. സാധാരണ ഇന്ത്യ ഇങ്ങനെയൊന്നും പിടിച്ചെടുക്കാറില്ല, അത് അപ്പൊ തന്നെ ഒഴിവാക്കി വിടലാണ്. ഇപ്പൊ ഈ നമ്മൾ പിടിച്ചെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് പാകിസ്ഥാനാണ്. ഇതിനിടയ്ക്ക് പാകിസ്ഥാൻ ഒരു ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. അബ്ദാലി എന്ന് പറഞ്ഞ ഒരു ബാലിസ്റ്റിക് മിസൈലാണ്. ഈ ഒരു മിഷൻ അവർ പേരിട്ടിരുന്നത് മിഷൻ ഇൻഡസ് എന്നാണ്. മിഷൻ ഇൻഡസ് എന്നുള്ള പേരിൽ അവർ ഒരു ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചിരിക്കുകയാണ്. ഏതാണ്ട് ചില വാർത്താ മാധ്യമങ്ങൾ പറയുന്നത് 180 കിലോമീറ്റർ ആണ് ഇതിന്റെ ഒരു പരിധി എന്ന് പറയുന്നത്. പക്ഷേ ചില മാധ്യമം പറയുന്നത് 400 കിലോമീറ്ററിലധികമാണ് ഇതിന്റെ ഒരു പരിധി എന്ന് പറയുന്നത്. ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള ഒരു ദൂരപരിധി ഏതാണ്ട് 400 കിലോമീറ്റർ ആണെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. അപ്പൊ ഈ സമയത്ത് ഒരു ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം എന്ന് പറയുന്നത് ഈ ഇന്ത്യ പാകിസ്ഥാൻ ഇടയിലുള്ള ഈ ഒരു ടെൻഷനെ അടുത്ത ലെവലിലേക്ക്, നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അതിന്റെ സൂചന. അല്ലാതെ പാകിസ്ഥാൻ യുദ്ധം ആഗ്രഹിക്കാതിരിക്കുന്ന ഒരു രാജ്യമായിട്ട് തോന്നുന്നില്ല. അവരുടെ എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസും ഒരു യുദ്ധത്തിലേക്ക് ഇന്ത്യയെ വലിച്ചഴക്കാനുള്ള എല്ലാ ശ്രമങ്ങളുമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ഒരു ബാലിസ്റ്റിക് മിസൈൽ എക്സ്പെരിമെന്റിലൂടെ അവർ ഈ ഒരു ലോകത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ്. അതേപോലെ സിംഗപ്പൂർ ഇലക്ഷനിൽ ഓൾറെഡി തന്നെ ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടി തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയയിലും ഓൾറെഡി തന്നെ എക്സിസ്റ്റിംഗിൽ റൂളിംഗിൽ ഇരിക്കുന്ന പാർട്ടി തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഓസ്ട്രേലിയയിൽ ആൽബനീസ് തന്നെയാണ് ഇനിയിപ്പോൾ അടുത്ത് പ്രൈം മിനിസ്റ്റർ ആയിട്ട് തുടരാനുള്ളത്. ആൽബനീസ് വിജയിച്ചിരിക്കുകയാണ്. സിംഗപ്പൂരിലും പീപ്പിൾ ആക്ഷൻ പാർട്ടി, ഈ പീപ്പിൾ ആക്ഷൻ പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. 3-2 ഭൂരിപക്ഷം നേടി അവരുടെ അധികാരം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ കുറച്ച് സ്ലോ ഡൗൺ ആയിരുന്നു കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഓപ്പറേഷൻ. ഇപ്പൊ അവർ അഞ്ചാമത്തെ എക്സ്പാൻഷൻ, ഗാസയിൽ 5ാമത്തെ എക്സ്പാൻഷന് ഇസ്രായേൽ ഓർഡർ ഇട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവധിയിൽ പോയ 60,000 മുതൽ 80,000 IDF ഉദ്യോഗസ്ഥർ അവധിയിലായിരുന്നു. ഈ അവധിയിൽ പ്രവേശിച്ചിരുന്ന ഇത്രയും ആൾക്കാരെയും ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. അതായത് IDF ഉദ്യോഗസ്ഥരായിട്ടുള്ള 80,000 പേര്, 60,000 മുതൽ 80,000 പേര് ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യും. 5ാം ഘട്ട എക്സ്പാൻഷൻ ഗാസയിൽ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓർഡർ ഇട്ടിരിക്കുന്നത്. എയ്ഡ് ഇതുവരെ പൂർണ്ണ സജ്ജമായിട്ട് ഗാസയ്ക്കുള്ളിൽ പ്രൊവൈഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പട്ടിണി മരണങ്ങളൊക്കെ അവിടെ കൂടുന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിന്റെ ഇടയിലാണ് ഇപ്പൊ 5ാമത്തെ എക്സ്പാൻഷന് ഉത്തരവിട്ടിരിക്കുന്നത് ഇസ്രായേൽ. ഇതിന്റെ ഇടയ്ക്ക് സിറിയയിലും നല്ല രീതിയിലുള്ള ആക്രമണം നടക്കുന്നുണ്ട്. സിറിയയ്ക്കുള്ളിൽ ഇന്നലെ 12 ഫൈറ്റർ ജെറ്റ് വെച്ചിട്ട് ഇസ്രായേൽ തകൃതിയായിട്ടുള്ള ആക്രമണമാണ് നടപ്പിലാക്കിയത്. ഡ്രൂസ് കമ്മ്യൂണിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്രമണം ഇസ്രായേൽ നടത്തുന്നത്. ഡ്രൂസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ട എയ്ഡ് ട്രക്കുകൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് പോയിട്ടുണ്ട്. അതായത് ഡ്രൂസ് കമ്മ്യൂണിറ്റിക്ക് ഫുൾ ആൻഡ് ഫുൾ സെക്യൂരിറ്റി ഉറപ്പാക്കുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആരെങ്കിലൊക്കെ സിറിയയിൽ ഒന്ന് ചെറുത്ത് നിൽക്കുന്നത് വളരെ നല്ലതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ തീവ്രവാദികൾ മൊത്തത്തിൽ മറ്റുള്ള മനുഷ്യന്മാരെയൊക്കെ കൊന്നു കൊല വിളിക്കുന്ന ഒരു അവസ്ഥയാണ്. അതേപോലെ യമന്റെ ഉള്ളിൽ ഇന്നലെ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തി. അതായത് അമേരിക്ക UK ജോയിന്റ് ആയിട്ട് തന്നെ അവിടെ ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് യമനിൽ. അതിലുപരിയായിട്ടാണ് ഇസ്രായേൽ സെപ്പറേറ്റ് ആയിട്ട് ഇസ്രായേലിന്റെ വക ഒരു ഓപ്പറേഷനും കൂടെ യമനിൽ നടപ്പിലാക്കിയത്. 17 ആക്രമണങ്ങളാണ് യമനുള്ളിൽ അഴിച്ചുവിടപ്പെട്ടത്. ഇതിൽ നഷ്ടങ്ങൾ ഏറെയാണ് ഹൂത്തികൾക്ക്. എന്നാലും ഹൂത്തികൾ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഇതിന് തിരിച്ചടിക്കും എന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനവുമായിട്ടാണ് ഹൂത്തികൾ വീണ്ടും അതിശക്തമായിട്ട് മുന്നോട്ട് നിൽക്കുന്നത്. പക്ഷെ എത്രത്തോളം ശക്തമായിട്ട് വന്നാലും അമേരിക്ക UK ഇസ്രായേൽ ഇപ്പൊ 3 പേരും കൂടെ ചേർന്നാണ് അവിടെ ആക്രമണം. പക്ഷെ ഇസ്രായേലിന്റെ ആക്രമണം ഐസൊലേറ്റഡ് ആക്രമണമാണ്. അത് ഇസ്രായേലിനെതിരെ നിരന്തരം ഇങ്ങനെ മിസൈൽ വിടുകയും അതിനെ അവർ ഇന്റർസെപ്റ്റ് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറെ നാളായിട്ട്. അപ്പൊ അതിനുള്ള ഒരു പകരം വീട്ടിൽ എന്നുള്ള നിലയിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. അവിടെ അമേരിക്കയും UKയും വീണ്ടും തുടരും അവിടെ. പക്ഷേ ഇസ്രായേൽ ഇങ്ങനെ ടൈം ടു ടൈം മാത്രമേ ഒരു മെഷേർഡ് ലെവലിലുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ അവിടെ നടത്തുന്നത്. അതേപോലെ ഹമാസ് എന്ന് പറഞ്ഞ ഒരു ബന്ദിയുടെ പ്രൊപ്പഗൻഡ വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് ഇതിനകത്തും ഈ പ്രൊപ്പഗൻഡ തന്നെയാണ്. അതായത് ഇസ്രായേലിന്റെ പൊളിറ്റിക്സ് ആണ് ഇസ്രായേലിന് ഏറ്റവും ഇമ്പോർട്ടന്റ്, അല്ലാതെ ബന്ദികളല്ല എന്നുള്ള നിലയിലുള്ള ഒരു പ്രൊപ്പഗൻഡ. അത് ഇസ്രായേലിന്റെ ഉള്ളിൽ ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്ന ആൾക്കാരുടെ ആശയം കുറച്ചുകൂടെ കത്തിപ്പടരാൻ വേണ്ടിയിട്ട് ഒരു സഹായകരമാകുന്ന രീതിയിലാണ് ഈ വീഡിയോ, ഇപ്പോൾ ഈ ഒരു പ്രൊപ്പഗൻഡ വീഡിയോ ഇവർ പുറത്തിറക്കിയിരിക്കുന്നത്. സൊമാലിയയിൽ ഇന്നലെ നല്ല രീതിയിലുള്ള ഫ്ലഡ് ആയിരുന്നു അവിടെ സംഭവിച്ചത്. ഈ ഒരു ഇമ്മീഡിയറ്റ് ഫ്ലഡിൽ അവിടെ ഏതാണ്ട് 45,000 ആൾക്കാർക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു ഫ്ലഡ്. അതുകൊണ്ട് അവിടെ കുറെ ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സൊമാലിയയിൽ നടന്ന ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്നായിട്ടാണ് ഈ ഒരു ഫ്ലഡ് ഇപ്പൊ കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ അമേരിക്കയുടെ ഉള്ളിൽ ചില വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതിൽ ചൈനയെ എവാലുവേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അമേരിക്ക 10 വർഷം പുറകിലാണ് ഈ ഒരു ഷിപ്പിംഗ് മാനുഫാക്ചറിങ്, അതായത് ഈ കപ്പൽ നിർമ്മാണത്തിൽ, പ്രത്യേകിച്ചും യുദ്ധക്കപ്പൽ നിർമ്മാണത്തിൽ ചൈന അമേരിക്കയെക്കാളും 10 വർഷം അഡ്വാൻസ്ഡ് ആയിട്ട് പോകുന്നതായിട്ടാണ് അവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് അമേരിക്ക നല്ല രീതിയിൽ തിങ്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു മേഖലയിൽ അമേരിക്ക കൂടുതൽ പുരോഗതി കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലാണ് അമേരിക്ക എത്തിപ്പെട്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ എവാലുവേഷൻസ് നടത്തുന്നതും ഏതൊക്കെ മേഖലകൾ കൗണ്ടർ ചെയ്യണം എന്നുള്ളതൊക്കെ ഇങ്ങനെ വിലയിരുത്തുന്നത് വളരെ നല്ലതാണ്. അത് ഗുണം ചെയ്യും. ചൈന തീർച്ചയായിട്ടും ഈ ഇടപ്പെട്ട കാലത്ത് യുദ്ധക്കപ്പൽ മാനുഫാക്ചറിംഗിൽ വളരെയധികം മുന്നിലാണ്. ഒരുപാട് കപ്പലുകൾ അവർ നിർമ്മിച്ചു കൂട്ടിയിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു ഇൻഡോ പസഫിക് അഥവാ ഈ ഒരു ഇന്ത്യൻ ഓഷൻ മേഖലയൊക്കെ ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യയെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അമേരിക്ക. കാരണം ഇന്ത്യ ഒരു നിർണായക ഘടകമാണ് ഈ ഒരു ഇൻഡോ പസഫിക് മേഖലയിൽ. അതാണ് ചൈനയെ കൗണ്ടർ ചെയ്യുന്നതിൽ ഇന്ത്യക്കുള്ള നിർണായക പങ്ക് എന്ന് പറയുന്നത്. അമേരിക്കയ്ക്ക്
ഇന്ത്യ ഏത് നിലപാടെടുത്താലും അമേരിക്കയ്ക്ക് ഒരു രീതിയിലും ഇന്ത്യയെ തള്ളിക്കളയാൻ പറ്റാത്തത് ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ്. അല്ലെങ്കിൽ ചൈനയുടെ ഡോമിനൻസ് ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ അതിഭീകരമായ രീതിയിൽ മുന്നോട്ട് പോകും. ഇപ്പൊ തന്നെ അവർ എവിടെയൊക്കെ പൈസ കൊടുത്ത് വളച്ചെടുക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് ചൈന കാണിക്കുന്നത്. അമേരിക്കയ്ക്ക് ഏതെങ്കിലും രീതിയിൽ ഇതിനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ സഹായം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമ്മളുടെ വാർത്താ മാധ്യമങ്ങളിലൊന്നും അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അമേരിക്ക ഇപ്പം ഇന്ത്യക്ക് ചെയ്ത ഒരു നിർണായകമായിട്ടുള്ള സഹായം എന്ന് പറഞ്ഞാൽ ഈ സോനാർ എന്ന് പറഞ്ഞത് ഒരു ടെക്നോളജിയാണ്. ഈ ടെക്നോളജി എന്ന് പറഞ്ഞാൽ സൗണ്ട് വേവ് വെച്ചിട്ട് നമ്മൾ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ സോനാർ എന്ന് പറയുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സി ടെക്നോളജി ആപ്പ്, ഇത് അമേരിക്ക തന്നെ ഒരു 50 വർഷം റിസർച്ച് ചെയ്ത് കണ്ടെത്തിയ ഒരു ടെക്നോളജിയാണ്. അമേരിക്ക തന്നെ 50 വർഷം പണിയെടുത്ത് ഉണ്ടാക്കിയ ഒരു ടെക്നോളജിയാണ് സി വീവ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഈ സി വീവ് സോഫ്റ്റ്വെയർ അമേരിക്ക ഫുൾ ആൻഡ് ഫുൾ കട്ടിംഗ് എഡ്ജ് ടെക്നോളജി കംപ്ലീറ്റ്ലി ഇന്ത്യക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ഇതുകൊണ്ട് ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്ന ഗുണം എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല, ആക്യുറേറ്റ് ആയിട്ട് തുല്യതയോടുകൂടി വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നമ്മളെ ചുറ്റിലും വരുന്ന ഷിപ്പുകളുടെ മൂവ്മെന്റ്സ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ കഴിയും. അതാണ് ഈ സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത. ഇത് ഇന്ത്യൻ ഓഷനിൽ ഇന്ത്യക്ക് കൊടുക്കുന്ന ഒരു ഡോമിനൻസ് ചെറുതല്ല. ഈ രീതിയിലുള്ള ഒരു ക്രിട്ടിക്കൽ സഹായമാണ് അമേരിക്ക ഇപ്പൊ ഇന്ത്യക്ക് ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ട് എന്താണ് തൊട്ടപ്പുറത്ത് കിടക്കുന്ന കറാച്ചിയിൽ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇപ്പൊ നടത്തിയതാണ് ആകെ കൂടെ നടത്തിയ ഒരു മിസൈൽ പരീക്ഷണം, ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം. ഇതിലുപരിയായിട്ട് അവര് എപ്പോഴും നേവൽ എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് നോ ഫ്ലൈ സോൺ ഒക്കെ പ്രഖ്യാപിക്കാറുണ്ട് കറാച്ചി ഭാഗത്ത്. പക്ഷെ അവർ ഒരു രീതിയിലും ഒരു എക്സസൈസ് അവിടെ നടപ്പിലാക്കിയിട്ടില്ല. കാരണം എന്താണ്, ഒരെണ്ണം ഫയർ ചെയ്യാനുള്ള പൈസ ഇല്ല പാകിസ്ഥാനകത്ത്. ഒരു എക്സ്പെരിമെന്റ് പൂർണ്ണമായിട്ട് നടത്താനുള്ള പൈസ പാകിസ്ഥാന്റെ അടുത്ത് ഇല്ല. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ചെലവാകും ഇതേപോലെ എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്താൻ. ഇതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഇന്ത്യയുടെ സറൗണ്ടിങ്ങിൽ നടക്കുന്ന ഷിപ്പിന്റെ മൂവ്മെന്റ്സ് എല്ലാം തന്നെ ഇങ്ങനെ ഞൊടിയിടയിൽ അറിയാൻ പറ്റുന്ന സംഗതിയാണ്. ഇപ്പൊ ചൈന പാകിസ്ഥാനിൽ കാണിക്കുന്ന പല പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് ബൈ ഡീഫോൾട്ട്, അതായത് ഇന്ത്യ താല്പര്യപ്പെട്ടാലും ഇല്ലെങ്കിലും അമേരിക്കയുടെ ഒപ്പം നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ചൈന ഇന്ത്യയെ തള്ളിവിടുകയാണ്. അതാണ് ചൈന ഇൻഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷീ ജിൻപിങ്ങിന്റെ ചില പ്ലാനിങ്ങുകളിൽ വരുന്ന പാളിച്ചയാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. അതായത് ഇന്ത്യ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അമേരിക്കയോടൊപ്പം നിൽക്കുക എന്നുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഇവിടെ. ഇപ്പൊ അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ടെക്നോളജി ഒക്കെ നമുക്ക് കിട്ടുന്നത്. അതൊരു സൈഡിൽ ഇരിക്കാൻ തന്നെ നമ്മൾ ഇതിനെ എന്തുകൊണ്ട് പറയുന്ന പറഞ്ഞാൽ ഷീ ജിൻപിങ്ങിന്റെ പ്രീ പ്ലാൻ ഇല്ലാതെ ചില ഐഡിയ പാകിസ്ഥാന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അതായത് PLA എന്ന് പറഞ്ഞ പീപ്പിൾസ് ലിബറേഷൻ ആർമി, ചൈനീസ് ആർമിയെ സിവിൽ ഡ്രസ്സിലും എക്സ് സർവീസ് ഓഫീസറായിട്ടൊക്കെ പാകിസ്ഥാന്റെ ഉള്ളിൽ നിയമിച്ചിരിക്കുകയാണ്. അപ്പൊ പാകിസ്ഥാനും ചൈനയും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. അതായത് ഈ ഏകദേശം ഒരു 50,000 പേര് ചൈനക്കാർ പാകിസ്ഥാന്റെ ഉള്ളിൽ പണിയെടുക്കുന്നുണ്ട്. ഇവരിൽ ഏതാണ്ട് ഒരു 100 ചില്ലാനം ആൾക്കാർ കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളിലായിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ആക്രമണങ്ങളിലൊക്കെ ആയിട്ട്. ബലൂച്ചികളുടെ സൈഡിൽ നിന്ന് ആക്രമണം, അതേപോലെ സിന്ധ് പ്രൊവിൻസിലുള്ള ആക്രമണം, ഈ ആക്രമണങ്ങളിലൊക്കെ ഈ ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിൽ ചൈനയും പാകിസ്ഥാനും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റിൽ ചൈനക്കാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം പാകിസ്ഥാൻ, അതിന് ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് ആ ഒരു എഗ്രിമെന്റ്. അപ്പൊ ഈ ഒരു എഗ്രിമെന്റ് നിലനിൽക്കെ പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആൾക്കാരെ കൊണ്ടുവന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കാം, പക്ഷേ ചൈനീസ് ആർമി ആവരുത് എന്നാണ് അവർ എഗ്രിമെന്റ് പറയുന്നത്. ചൈനീസ് ആർമി ആവരുത് എന്ന് പറഞ്ഞാൽ പീപ്പിൾ ലിബറേഷൻ ആർമി ഇവിടെ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ചൈന അതിന് പകരം എന്താണ് ചെയ്തിരിക്കുന്നത്, ഞങ്ങളൊരു പ്രൈവറ്റ് സെക്യൂരിറ്റി ഏജൻസിയെ വെക്കാം എന്നുള്ള നിലയിലാണ് ഇവർ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഈ പ്രൈവറ്റ് സെക്യൂരിറ്റി ഏജൻസി എന്ന് പറയുന്നത് ഇവരുടെ ചൈനീസ് ആർമി ഉദ്യോഗസ്ഥരെ തന്നെയാണ് ഇവർ യൂണിഫോം ഇല്ലാതെ വിതൗട്ട് യൂണിഫോമിൽ ഇവർ അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ എക്സ് സർവീസ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട് ഇതിനകത്ത്. അങ്ങനത്തെ കുറെ ആൾക്കാരെയാണ് സെക്യൂരിറ്റി ഓഫീസേഴ്സ് ആയിട്ട് ഇവിടെ കൊണ്ട് നിയമിച്ചിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഒരു സിന്ധ് പ്രൊവിൻസിലൊക്കെ ഇപ്പൊ അവർ ജോലി ചെയ്യുന്നുണ്ട് ചൈനക്കാർ. ഇതിലുപരിയായിട്ട് ഈ ചൈനക്കാർ ചെയ്യുന്നത് ഈ ലോക്കൽ ആയിട്ടുള്ള ലേഡീസിനെ ഇവർ വിവാഹം കഴിക്കുകയാണ്. അതായത് പാകിസ്ഥാനി ലേഡീസിനെ ഇവർ വിവാഹം കഴിക്കുകയാണ്. ഈ വിവാഹം കഴിക്കുന്നതിലൂടെ അവിടെ സംഭവിക്കുന്ന പറഞ്ഞാൽ ഈ ചൈനക്കാരെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പന്നി മാംസം കഴിക്കുന്ന ആൾക്കാരാണ് ചൈനക്കാർ. അവർക്ക് ഈ ഒരു മാംസം ഇല്ലാണ്ട് അവർക്ക് ഒരു രീതിയിൽ ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയാണ് അവർ. അപ്പൊ ആ രീതിയിലുള്ള ആൾക്കാർ പാകിസ്ഥാൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ഫുഡ് ഐറ്റം അവിടെ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം അവർക്ക് പാടില്ല. പക്ഷെ ഇപ്പൊ ഈ ചൈനക്കാർ വന്ന് അവിടെ 50,000 ചൈനക്കാർ വന്ന് അവിടെ കയറി പണിയെടുക്കുന്നതോടുകൂടി പാകിസ്ഥാന്റെ ഉള്ളിൽ പല ഷോപ്പുകളിലും ഇപ്പൊ ഈ ഒരു മാംസം അവൈലബിൾ ആണ്. അവിടെ ബ്ലാസ്ഫമി പോലത്തെ കർശനമായ ഇസ്ലാമിക് നിയമങ്ങൾ ഫോളോ ചെയ്യുന്ന പാകിസ്ഥാൻ, ആ ഒരു പാകിസ്ഥാനാണ് ഇപ്പൊ ഈ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ വളച്ചൊടിക്കാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്. അതിന്റെ മുന്നിൽ അവർക്ക് ഗോഡോ അല്ലെങ്കിൽ അതിനു മുമ്പിൽ അവർക്ക് നിയമങ്ങളോ അതിനു മുമ്പിൽ അവർക്ക് ശരീഅത്ത് ലോയോ ഇതൊന്നും അവർക്ക് ഒരു ബാധകമല്ല. ഇനി ഇതിലുപരിയായിട്ട് പല പാകിസ്ഥാനികളും ഈ ചൈനക്കാർക്ക് ഈ ഒരു മാംസം വിൽക്കാൻ വേണ്ടിയിട്ട് ഈ പന്നി ഫാം അവിടെ തുടങ്ങിയിട്ടുണ്ട്. പന്നി ഫാം സ്വന്തമായിട്ട് പാകിസ്ഥാനികൾ തന്നെ ഇപ്പൊ ഇതിന്റെ ഒരു ഫാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവര് ചൈനക്കാർക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ മെജോറിറ്റി പാകിസ്ഥാന്റെ ഉള്ളില് ഈ ചൈനക്കാർക്കെതിരെയുള്ള വിരോധവും അതേപോലെ പാകിസ്ഥാൻ സർക്കാരിനെതിരെയുള്ള വിരോധവും ഓൾറെഡി തന്നെ സിന്ധു പ്രൊവിൻസിൽ ഈ ഇൻഡസ് വാലിയിൽ നിന്ന് വരുന്ന വെള്ളം കൊടുക്കുന്നില്ല, പഞ്ചാബിൽ തന്നെ തടഞ്ഞു നിർത്തുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അതിനോടൊപ്പമാണ് ഇപ്പൊ ഈ ഒരു ചൈനക്കാർക്കെതിരെയുള്ള പ്രശ്നവും കൂടി സിന്ധ് പ്രൊവിൻസിൽ നിന്നും ഇപ്പൊ ആഞ്ഞടിക്കുന്നത് പാകിസ്ഥാനെതിരെ.
ബലൂചിസ്ഥാനിൽ വീണ്ടും ഒരു പ്രൊവിൻസ് ബലൂചിസ്ഥാൻ പിടിച്ചെടുത്തിരിക്കുകയാണ് ഈ പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന്. അപ്പൊ ബലൂചിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നതിലുപരിയായിട്ട് സിന്ധ് പ്രൊവിൻസിലും ഇപ്പം നല്ല രീതിയിലുള്ള തിരിച്ചടി പാകിസ്ഥാൻ ആർമിക്ക് അഥവാ പാകിസ്ഥാൻ ഗവൺമെന്റിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ത്യക്കുള്ളിൽ ഈ പേൽഗാം ആക്രമണം നടത്തിയവരിൽ 6 തീവ്രവാദികൾ ഉണ്ടായിരുന്നു. 4 പേരാണ് ആക്രമണം നടത്താൻ ഇറങ്ങി വന്നത്. ബാക്കി 2 പേര് മറ്റുള്ള രീതിയിലുള്ള എസ്കേപ്പും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട റൂട്ടും കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്ത് വെച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിട്ടാണ് മനസ്സിലാക്കാൻ വരുന്നത്. അപ്പൊ ഇതില് POK ഭാഗത്തേക്ക് ഇവർ ഒരുപക്ഷെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവാം എന്നുള്ള ചില നിഗമനങ്ങളും വരുന്നുണ്ട്. ഇത് ഗവൺമെന്റിന് തന്നെ ചില രീതിയിലുള്ള ടാക്ടിക്സ് ആണോ എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷെ അങ്ങനെ അവർ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഗുരുതരമായ വീഴ്ചയാണ്, ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ്. ഒരു ആക്രമണം നടത്തിയിട്ട് അതിനുശേഷമുള്ള ആൾക്കാരെ നമ്മൾ ബ്ലൂ പ്രിന്റും കാര്യങ്ങളും അവരുടെ മാപ്പും ഫോട്ടോയും ഇമേജ് എല്ലാം പബ്ലിഷ് ആയിട്ടും തന്നെ ഈ വ്യക്തികളെ പിടിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത് അത് ഗവൺമെന്റിന്റെ ഒരു വീഴ്ചയായിട്ട് തന്നെ കണക്കാക്കപ്പെടും. അതിൽ യാതൊരു മാറ്റമില്ല എന്നുള്ളതാണ്. വീഴ്ച എന്നുള്ളതിലുപരി നമ്മളുടെ കഴിവുകേടാണെന്ന് തന്നെ രേഖപ്പെടുത്തേണ്ടി വരും. ഒരു കറാച്ചി കോസ്റ്റൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരു പ്രോജക്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന വിധത്തിൽ മറീന പോലത്തെ ബീച്ചൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോജക്ട് പ്രഖ്യാപിച്ചിരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്നും 5 ലക്ഷം ആൾക്കാരെയാണ് അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചത്. മാറ്റിപ്പാർപ്പിച്ചു പറഞ്ഞാൽ അവർ അർഹിക്കുന്ന രീതിയിലുള്ള സ്ഥലമല്ല അവർക്ക് കൊടുത്തത് ഈ മാറ്റിപ്പാർപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ ഈ ചൈനയ്ക്ക് ഈ ഒരു പ്രോജക്ട് ഒരുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലം ഇവർ ഒഴിപ്പിക്കുകയാണ് ചെയ്തത് പാകിസ്ഥാൻ ഗവൺമെന്റ്. പക്ഷേ ഈ മാറ്റിപ്പാർപ്പിച്ച ആൾക്കാരൊക്കെ ഇപ്പൊ അധോഗതിയിലാണ്. അവരും ഒരു സൈഡിൽ പ്രൊട്ടസ്റ്റ് ആണ്. അതായത് ഞങ്ങൾക്ക് അർഹിക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ള രീതിയിലുള്ള പ്രൊട്ടസ്റ്റ്. കാരണം ചെറിയ നമ്പറിലല്ല ആൾക്കാർ, 5 ലക്ഷം ആൾക്കാരാണ് മാറ്റിപ്പാർപ്പിച്ചത്. അപ്പൊ നോക്കിക്കോണം ആ ഒരു ഹ്യൂജ് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏത് രീതിയിലാണ് അവർ മുന്നോട്ട് പോയതെന്ന്. പക്ഷെ ആ പ്രോജക്റ്റും ഇപ്പൊ നടത്താൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, പാകിസ്ഥാന്റെ ഉള്ളിലൊക്കെ ആരെങ്കിലും ടൂറിസ്റ്റ് ആയിട്ട് പോകുമോ? ഇത്ര രീതിയിൽ ഈ രീതിയിൽ തീവ്രവാദം അതപ്പതിച്ചിരിക്കുന്ന രാജ്യത്ത് ആരാണ് ടൂറിസ്റ്റ് ആയിട്ട് പോകാൻ പോകുന്നത്? പിന്നെ ഒരു വിഷയം എന്ന് പറഞ്ഞാല് മനുഷ്യാവകാശ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു വാർത്ത. സൗദി അറേബ്യയിൽ 100-ലധികം ആൾക്കാരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഒരു വാർത്ത. ഇതിലെല്ലാം ഇതൊക്കെ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ സ്ഥലങ്ങളിലും ഇടപെടണമെന്നേ. ഇതിനെക്കുറിച്ചൊക്കെ ഒരു രീതിയിലുള്ള ചർച്ചയും UN-ലല്ല എവിടെയും വരാറില്ല എന്നുള്ളതാണ്. ഇറാൻ ചെയ്യുന്നത് മാത്രമല്ല ഇവർ ചെയ്യുന്നതും വിഷയമാണ്. ഈ സൗദി അറേബ്യയുടെ ഈ വിഷയം കൂടി ഹൈലൈറ്റ് ചെയ്യപ്പെടണമെന്നേ. ഇതെല്ലാം തന്നെ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. വാർത്തകൾ ഒരുപാടുണ്ട്, പക്ഷെ എല്ലാം കൂടി നമുക്ക് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.